Good afternoon. Good afternoon. Okay. How are you? നിങ്ങളെല്ലാരും സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു മാം. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്? അതെ മാം, കുറേ നാളായി കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നൊന്ന് റെസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും മൂടി പോസ് ഉറങ്ങാനൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ദിവസമായിരുന്നു. പക്ഷെ ഞാൻ കുറേ നാളായല്ലോ ക്ലാസ് തന്നെ നമുക്കൊരു എനർജി ആണല്ലോ. അങ്ങനെ കയറുമ്പോ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആ ശരീരത്തിന്റെ അസ്വസ്ഥത ഉണ്ടെങ്കിലും ആകെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. എന്നെ കാണാൻ വേണ്ടി ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് വിശേഷം പറയാം. പ്രെയർ ആരാ റെഡി ആയിട്ടില്ലേ? കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജോയിൻ ആവുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? വേണമെങ്കിൽ 2-3 minutes വെയിറ്റ് ചെയ്യാം, പ്രെയർ ഒക്കെ ചെയ്യാം. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ജോഫി, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോൺവെക്കേഷൻ ഉദ്ദേശിച്ച ഒരു ടൈം പറയാനായിട്ട്. നെക്സ്റ്റ് ഡേ വരുമ്പോ പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി മാം. മാം, ഞാന് ട്രെയിനിങ്ങിന് 2 മാസം പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ ഞാനിപ്പോ അവിടെ വിളിച്ചു, നഴ്സറിയിൽ വിളിച്ചു. അന്നേരം അടുത്ത ഏതെങ്കിലും ഒരു സ്കൂളിൽ ചോദിച്ചിട്ട് ലെറ്റർ എഴുതി വിടാൻ പറഞ്ഞു. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ തിരിച്ച് അയക്കാന്ന് പറഞ്ഞു. കാരണം പിന്നെ സമയമില്ലല്ലോ, പിന്നെ ഫെബ്രുവരിയില് പ്രാക്ടിക്കലിന് അവിടെ വരണം. അതാ. മാമിന് പനിയാണോ? പനി ആയിട്ടില്ല, പക്ഷെ ഭയങ്കര അസ്വസ്ഥത, കോൾഡ് ഉണ്ട്. മൂക്കിൽ നിന്ന് ഇങ്ങനെ റണ്ണിങ് നോസ് പോലെ ആയിരുന്നു ഇന്നലെ. ഇന്നായപ്പോ അത് മഞ്ഞ കളറിലായി. അപ്പൊ വൈകിട്ട് എന്തായാലും ഡോക്ടറെ കാണണം. ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ പനിയാവും. ചുമയുണ്ട് രാത്രി. യാത്ര അതെന്ന് വെച്ചാല് ഡിഫറെന്റ് ടെറൈനിലുള്ള സ്ഥലമായി പോയി. അതാണ് പറ്റിയത്. ബാംഗ്ലൂർ ഒരു 1 week ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് അവിടെ പോയി, അവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് വീണ്ടും ഇവിടെ വന്നു. അങ്ങനെ പറ്റിയതാകാം എന്ന് വിചാരിക്കുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോ തണുപ്പും അതിന്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നിരിക്കാം. അവിടുത്തെ തണുപ്പും വെയിലും ഒക്കെ ശരിക്കും കൊണ്ടു എന്ന് തന്നെ പറയും. ഭയങ്കര ഡസ്റ്റും ആണല്ലോ അവിടെ. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. നമ്മുടെ ഇവിടെ ഡസ്റ്റ് ഉണ്ടെങ്കിലും അതെങ്ങനെയെങ്കിലൊക്കെ വാഷ് ഔട്ട് ആയി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടുത്തെ മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പച്ച തന്നെയാണോ സംശയം തോന്നും. ബ്രൗൺ കളറിലിരിക്കണം പൊടി പിടിച്ചിട്ട്. അപ്പൊ നമ്മുടെ ദേഹത്ത് എത്രത്തോളം പൊടി കയറുന്നുണ്ടാവും. കാര്യം വേർക്കുന്നില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ പ്രശ്നം അവിടെ. ഓക്കെ, ഞാൻ എന്തിനാ പോയെന്നുള്ളതൊക്കെ പറയാം. പ്രെയറും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിശേഷം കേട്ടിട്ട് ഞാൻ പറയാം. ഓക്കെ, പ്ലീസ്. സെക്കൻഡ് ടൈം എക്സാം എപ്പോ, ഏത് മാസം വരുമായിരിക്കും? നമ്മളിപ്പോ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. മോഡ്യൂൾ 1-ലെ ചെയ്തിട്ടേ ഉള്ളൂ. പാർട്ട് 3-യും പാർട്ട് 4-ഉം കഴിയണം നമുക്ക് ടേം 2 എക്സാമിനേഷൻ തുടങ്ങാനായിട്ട്. അന്നേരം ഫെബ്രുവരി കഴിയുമായിരിക്കും അല്ലേ മാം? മിക്കവാറും ഇപ്പൊ തന്നെ ജനുവരി കഴിയാറായില്ലേ. കാരണം ഞാൻ എടുക്കുന്നത് പാർട്ട് 3-ലെ 3, 4, 7, 10 ഈ 4 യൂണിറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഈ ടൈമിൽ മറ്റു ടീച്ചേഴ്സ് പാരലലി പാർട്ട് 3-ലെ മറ്റു യൂണിറ്റ്സും അതുപോലെ തന്നെ പാർട്ട് 4-ല് ഫുൾ പാർട്ട് 4 പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അത് രണ്ടും കഴിയും. എനിക്ക് അപ്പോഴും ആ 4 യൂണിറ്റ്സ് കഴിയില്ല. അത്രയ്ക്ക് ഉണ്ട്. പാർട്ട് 4-ല് 2, 3, 4 ചാപ്റ്റർ ഉള്ളൂ. ബാക്കി എല്ലാം എടുത്തു കഴിഞ്ഞല്ലോ. കാരണം ഞാൻ പറഞ്ഞ എന്റെ ടോപ്പിക് ഉണ്ടല്ലോ, ഞാൻ എടുക്കേണ്ട ടോപ്പിക്സ്, അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുക്കുന്നത്. മറ്റുള്ളതൊക്കെ പെട്ടെന്ന് തീരുമായിരിക്കും, പക്ഷെ അതിന് ടൈം എടുക്കും. അത് ശരിക്കും നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ശ്രമിക്കുമ്പോഴാണ് അത് മുന്നോട്ട് നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് പോവുള്ളൂ. ഒറ്റയ്ക്ക് പറ്റില്ല. മാർച്ചൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? എന്താന്ന് പറയാ, ഈ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. റെക്കോർഡ് ക്ലാസ്സും കേൾക്കണം. 2 മാസമെങ്കിലും പാന്ന് വിചാരിച്ചു. ആണോ? ഓ ശരി ശരി. സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ആരാ അറിയാൻ റെഡി ആയിട്ടുണ്ടോ? ഞാൻ ചെയ്യാം.
ലോകത്തിനാകവെ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥന് കൈ തൊഴുന്നേ. തൃക്കാലടികളുൾക്കാമ്പിൽ മേവുന്ന ചിക്കാതലെ താണു കൈ തൊഴുന്നേൻ. തിന്മകളൊക്കെയും ദൂരീകരിക്കുവാൻ ഞങ്ങളിൽ കാരുണ്യം പെയ്തിടണേ. കർമ്മനിരതരായി ഞങ്ങളെ മാറ്റുവാൻ കണ്ണു തുറന്നു കനിഞ്ഞിടണേ. എക്കാലം ഞങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സത്യമാർഗം തെളിച്ചിടണേ. സത്യപ്രകാശമേ നിന്നിലാലിയുവാൻ നിത്യവും ഞങ്ങൾ വണങ്ങിടുന്നേ. ലോകത്തിനാകവെ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥന് കൈ തൊഴുന്നേൻ. തൃക്കാലടികളുൾക്കാമ്പിൽ മേവുന്ന ചിക്കാതലെ താണു കൈ തൊഴുന്നേൻ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് കഴിഞ്ഞ അസൈൻമെന്റ് മാം നോക്കിയിട്ടില്ല. ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫോണില് അതൊന്നും കാണാനും ഇല്ല. ഞാൻ രണ്ടാമത് വീണ്ടും അയച്ചു തന്നിട്ടുണ്ട്. ഇനി അത് പോവില്ലല്ലോ. ഇല്ല, ജിനു എന്നല്ലേ പേര്? അതാണല്ലേ പേര്. ജിനുവിന്റെ ഫോണിൽ നിന്ന് പോയാലും എന്റെ ഫോണിൽ അത് ഉണ്ടാവും. എന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ വേറൊരു ഫോണാണ് അതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അത് ഞാൻ പേടിച്ചു പോയി. കാരണം എന്റെ ഫോണിൽ കാണാൻ ആകെ ടെൻഷൻ ആയിരിക്കും. ഞാൻ രണ്ടാമത് അയച്ചിട്ടുണ്ട്. എനിക്ക് ആ കൺസേൺ മനസ്സിലാവും. നമ്മൾ ചെയ്തൊന്ന് വാല്യൂ ചെയ്ത് എനിക്ക് അതിനൊരു മാർക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ആക്ച്വലി പരിമിതി മൂലമാണ് ഈ പ്രശ്നം പറ്റുന്നത്. കുറേ ബാച്ചുകളുടെ ഉണ്ടല്ലോ, കുറേ പേര് വളരെ ഭംഗിയായിട്ട് എല്ലാരും ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇരുന്ന് വാല്യൂ ചെയ്യാൻ ശരിക്കും ടൈം ഒരു ബാച്ച് അല്ലല്ലോ, ഒരു നമ്മൾ സാധാരണ ഒരു കോളേജിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും കൂടി വന്ന 3 ക്ലാസ്സസ് 4 ക്ലാസ്സസ് അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ 20ാമത്തെ ബാച്ചിൽ വന്നിരിക്കും. അപ്പൊ ഞാൻ ശരിയാക്കൽ എന്താണെന്നറിയോ, 18ാമത്തെ ബാച്ച് തുടങ്ങിയാൻ തോന്നുന്നു അസൈൻമെന്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഇതുവരെ അവർക്ക് ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. കാരണം ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴാണ് ഇവര് സബ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് മുമ്പുള്ളവരുടെ നോക്കി വരുമ്പോഴേക്കും അവരോട് പറയാം. അങ്ങനെ അവരോട് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ വാല്യൂ ചെയ്തില്ലെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നമ്മള് വൈവ സമയത്ത് ജനറലി റഫ്ലി കാഷ്വലി നമ്മളൊന്ന് ചോദിക്കും, അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുമ്പോഴേക്കും ചെയ്തിട്ടുള്ളവരുടെ റെസ്പോൺസ് നമുക്കറിയാം. ചിലപ്പോ ഏതെങ്കിലും ഒരെണ്ണം റാൻഡമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാമോ, ഇത്രയേ ഉള്ളൂ വൈവയിൽ ചോദിക്കുന്നതിൽ. അതിന്റെ പേടിപ്പിക്കലൊന്നുമില്ല, കാണിച്ചു തരാനോ ഒന്നും പറയില്ല കേട്ടോ. ഒന്ന് പറയാമോ അത് നിങ്ങൾ എന്താണ് അതിൽ എഴുതിയത്, നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അയ്യോ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എവിടെയോ നോക്കി എന്തൊക്കെയോ പെട്ടെന്ന് നമ്മളും ചെയ്യാറുള്ളതാണ്. പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് സബ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ ചുറ്റുപാടുമുള്ളവരെയും കൂടെ വളർത്താൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ തലയിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള വല്ല പ്രശ്നം വരണം, ഡിമെൻഷ്യ ഒക്കെ വരും. അങ്ങനെ നമ്മുടെ തലയിൽ ഇരിക്കും. ഓക്കെ, നിങ്ങളത് കളയൂല, പേടിക്കണ്ട കേട്ടോ. അതിനെ പറ്റി ടെൻഷൻ വേണ്ട. നിങ്ങൾ അസൈൻമെന്റിന്റെ കാര്യത്തെ പറ്റി ടെൻഷൻ വേണ്ട. നമ്മളത് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ഫോർ us. യെസ് പ്ലീസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. സൈൻ ഇൻ ചെയ്യണേ പ്ലീസ്. മരിയ മോണ്ടിസോറിയെ കുറച്ച് കാര്യങ്ങൾ. Maria Montessori, the woman who changed the way children learn. Maria Montessori was born on 31st August 1870 in Italy. She was a bright and curious child. From a young age, Maria loved asking questions and learning new things. At that time, girls were expected to stay at home. Very few girls were allowed to study science or become doctors. But Maria was brave. She believed that girls and boys are equal and should get the same education.
Maria wanted to become a doctor. Many people laughed at her dream. Some even told her to stop studying, but Maria did not give up. She worked very hard and studied day and night. Finally, she became one of the first women doctors in Italy. This was a big achievement. After becoming a doctor, Maria started working with children who had learning difficulties. She observed them carefully. She noticed something important. Children like to touch and explore. Children learn better by doing, not just listening. Children become happy when they are respected. Maria believed that children were not weak or lazy. She believed they only needed the right environment and guidance. The first Montessori school. In the year 1907, Maria opened her first school called Casa di Bambini, which means children's house. In this school, children chose their own work. They learned through toys, blocks, and activities. Teachers guided gently, not punished. Children learned discipline by themselves. The children become confident, calm, and happy. People from many countries came to see this new way of teaching. Montessori education spreads. Soon Montessori schools opened all over the world. Maria traveled to many countries to teach teachers and parents. She always said, children are the future of the world. Even during difficult times like wars, Maria spoke about peace and education. She believed that teaching children with love could make the world a better place. Maria Montessori passed away in 1952, but her ideas are still alive. Today, millions of children learn in Montessori schools. She is remembered as a great teacher, a caring doctor, a strong woman, a lover of children. That is about my Maria Montessori. Signing, Rasmina. Okay, actually, Rasmina full cover ചെയ്തു introduction to Montessori and who is Maria Montessori and what is she and how her reflection transferred to the entire universe. എല്ലാം പറഞ്ഞു എങ്ങനെയാണ്. കാരണം നമുക്കറിയാം ഒരു പണ്ടത്തെ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ അങ്ങ് കാലഹരണപ്പെട്ടു പോകും. പക്ഷെ ഇത് കൂടുതൽ പോപ്പുലർ ആവുകയാണ് ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡ്. അതെ, കാലങ്ങൾക്ക് ഇപ്പുറവും അത് എടുത്തു പറയാൻ തക്ക രീതിയിലുള്ള ഒരു കാര്യം പണ്ടേ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഒരാളാണ് മറിയ മോണ്ടിസോറി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് നിന്നുകൊണ്ടാണ് അവരിതെല്ലാം ചെയ്തത്. അന്ന് സൗകര്യങ്ങൾ കുറവായിരുന്നു. ഈവൻ അവരെ പഠിക്കാനുള്ള സൗകര്യം വരെയും കുറവായിട്ടും ആ ചലഞ്ചൊക്കെ ഓവർകം ചെയ്താണ് അവരൊരു ഡോക്ടർ ആകുന്നത്. അവരുടെ ആ ഒരു ചെറുപ്രായത്തിൽ ബോയ്സിന്റെ ഒപ്പം നിന്ന് അനാട്ടമി ലാബിലൊക്കെ നേക്കഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിന്റെ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമർത്തിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു മറിയയുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊക്കെ സാധാരണ ഒരു പെൺകുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ചേ പറ്റുമോ, ഇങ്ങനെ ചുറ്റുപാട് നിന്ന് വരുന്ന നെഗറ്റീവ്സ് ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ അവരുടെ ലക്ഷ്യത്തിൽ അവർ ചേരുന്നത് മാത്രമല്ല, എനിക്ക് എന്താണ് കിട്ടിയത് അത് മറ്റുള്ളവരിലേക്കും പകരുക. അപ്പോഴാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്. അല്ലാതെ എനിക്ക് കിട്ടിയത് എന്റെ ഉള്ളിൽ തന്നെ വെക്കും, ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളതല്ല. ശരിക്കും നോളജ് അക്വയർ ചെയ്ത് അത് എഡ്യൂക്കേറ്റ് അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, ക്രിസ്റ്റിന് അത് നല്ലപോലെ പ്രസന്റ് ചെയ്തു. നമ്മളുടെ ഒരു പാർട്ട് 3 എത്തുമ്പോൾ പൊതുവേ ഞാൻ ലേണിംഗ് പ്രോസസ്സിലൊരു മാറ്റം വരാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ തന്നെയായിരിക്കും ക്ലാസ് ലീഡ് ചെയ്യേണ്ടത്. ഫ്രം ദ ബിഗിനിങ് അത് നന്നായിരിക്കും തോന്നിയിരുന്നു. പക്ഷെ എല്ലാവരും ഒരു സബ്ജക്ട് സ്റ്റഡിയിങ് എന്നുള്ള രീതിയിലായിരിക്കും ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അറിയുണ്ടാവില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ഞങ്ങളുടെ ഒരു ജീവിത വഴിയിലൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നമ്മൾ സാധാരണ പോയി ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന പോലെയുള്ള ഫീൽ ആയിരുന്നു കാണില്ല. പിന്നെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുക. അവിടെ നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റും നമ്മള് ചിലപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നെയിം മാത്രമായിരിക്കും നിങ്ങൾക്ക് പരിചയം, പക്ഷെ അതൊരു ഇൻഡിവിജ്വൽ ആണ്, എന്റെ കൂടെയുള്ള ആളാണ്. അപ്പൊ അവരുമായിട്ടൊരു കോപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്, സഹകരണം.
എനിക്ക് ചെയ്യാൻ പറ്റാത്തതിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ അവിടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്. നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കില്ലേ? ചിലപ്പോ ചില ആളുകൾ എന്തെങ്കിലും ഇപ്പൊ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വയ്ക്കുമ്പോ മിക്കവാറും കുട്ടികളായിരിക്കും വരുന്നത്. അപ്പൊ അവർക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് അങ്ങനെ ഒരു രീതിയിൽ കുറെ ഗിഫ്റ്റ് ഒക്കെ പോയി വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചും ഒരു ഹെൽപ്പ് കിട്ടും. ചിലപ്പോ അത് ആ വ്യക്തിയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, പിന്നീട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ അതാണ് നമ്മളൊരു കൈൻഡ്നെസ്, നമ്മുടെ കൈൻഡ്നെസ്, ഒരു കൈൻഡ് ജസ്റ്റർ നമ്മൾ എവിടേക്കെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അത് തന്നെയാണ് പ്രകാശം നമ്മൾ വരുത്തുവാണ്. സോ പ്രകാശം പരത്തുന്ന മറ്റു വ്യക്തികളെ നമ്മൾ കാണുക. ഇപ്പൊ നിങ്ങളൊരു കണ്ണ് കാണാത്ത ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുമ്പോൾ കണ്ണ് കാണാത്ത ആളല്ലേ, അയാൾക്ക് എന്ത് തരാൻ പറ്റും? അയാൾ നമ്മൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. പക്ഷേ എതിരെ വരുന്ന ഒരു അന്ധരും നമുക്കൊന്നും തരാതെ പോയിട്ടുണ്ടാവില്ല. അയാളെ കാണുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഓ കാഴ്ചയുടെ മഹത്വം, അല്ലെ? അത് അദ്ദേഹം തന്ന അറിവാണ്. എതിരെ വന്ന അന്ധൻ പോലും ഒന്നും തരാതെ പോയിട്ടില്ല. അതാണ്. അപ്പോഴാണ് നമ്മൾ എനിക്ക് കാണാമല്ലോ, അയാളെ കുറിച്ച് ഓർത്ത് നമുക്കൊരു എമ്പതി ഫീൽ ചെയ്യാം. കാഴ്ചയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എന്നുള്ളത്. എതിരെ വരുന്ന അന്ധൻ പോലും നമുക്ക് അറിവ് പകർന്നിട്ടാണ് പോകുന്നത്. നമ്മളോട് മിണ്ടിയിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ നോക്കി പുഞ്ചിരിക്കാൻ പോലും അയാൾക്ക് പറ്റില്ല, കാരണം നമ്മളെ കാണുന്നില്ലല്ലോ. മേ ബി നമ്മളുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ തന്ന അറിവ് അത് വളരെ മികച്ചത് തന്നെയാണ്. ഒരു തിരിച്ചറിവാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ മഹത്വം അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്, എനിക്ക് കാണാമല്ലോ, അപ്പൊ അദ്ദേഹത്തിന് കാണുന്നില്ല. എനിക്കും ഇതുപോലെ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഒരു എംപത്തറ്റിക് ഫീൽ അയാളോട് നമുക്ക് തോന്നുവാണ്. സിമ്പതി അല്ല, എംപതി. അയാളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ ഫ്രണ്ട്സ്, സോ ഞാൻ ഒരു ആഴ്ചയായിട്ട് ലീവ് ആയിരുന്നു. ലീവ് ഇൻ ദ സെൻസ് ഞാൻ ഉള്ളൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യണമായിരുന്നു. അപ്പൊ തിയറിയുടെ മുമ്പുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്തു. നമുക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ നിയർ ബൈ അതിന്റെ ലൈസൻസ് ഉള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയായിരുന്നു. ഞങ്ങളത് കോട്ടയത്താണ് ചെയ്തത്. എറണാകുളത്തുണ്ടായിരുന്നു, പക്ഷെ എറണാകുളത്തെ ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് അവിടെ ചെന്നപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ ഡോക്ടറെ കോൺടാക്ട് ചെയ്തപ്പോൾ തിയറി അല്ലേ, അത് അത്ര സ്ട്രിക്റ്റ് ഇല്ല, തിയറി നിങ്ങൾ എഴുതി പാസ്സാകുമ്പോഴേക്കും ഒരു കൂളിംഗ് ടൈം കിട്ടും, അതുകൊണ്ട് ഓക്കെ. ഞങ്ങൾ അവളെയും കൊണ്ട് രണ്ടാമത്തെ മെഡിക്കൽ എക്സാമിനേഷന് ഇവരുടെ പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യണം. ഗവൺമെന്റിന്റെ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്ത് 27 or 26 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവൈലബിൾ സ്ലോട്ട് ഇവർ കാണിക്കും. നമുക്ക് അവൈലബിൾ സ്ലോട്ട് വന്നത് ബാംഗ്ലൂരും ആസാമും ആയിരുന്നു. ആസാമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, ബാംഗ്ലൂരല്ലേ നമുക്ക് കുറച്ചുകൂടെ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള സ്ഥലം. ഞങ്ങൾ രണ്ടുപേരും കൂടെ വ്യാഴാഴ്ചയായിരുന്നു മെഡിക്കൽ എക്സാമിനേഷൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്യൂസ്ഡേ ഇവിടുന്ന് യാത്ര ചെയ്തു. വന്ദേ ഭാരതിലാണ് പോയത്. രാത്രി 10:30 അവിടെ എത്തി. കാരണം ഒരു ദിവസം ഒന്ന് മെഡിക്കൽ എക്സാമിനേഷൻ അല്ലേ, യാത്ര ചെയ്ത് എന്തെന്ന് അന്ന് തന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ട്രാവൽ ചെയ്തത്. പിറ്റേ ദിവസം ഒരു ദിവസം റെസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കി തേഴ്സ്ഡേ നമ്മൾ ചെല്ലുന്നു. ഈ കുട്ടി സ്പെക്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ലാസിക് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. അത് കാരണം നമ്മൾ ഇവിടുന്ന് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആയിട്ടാണ് പോയത്. പിന്നെ ഫസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്തപ്പോൾ സ്കാനിങ്ങില് ഇവളുടെ കിഡ്നിയിൽ ഒരു ഓൾട്ടറേഷൻ ഉണ്ട്. നോർമൽ ആണെന്നാണ് യൂറോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും പറഞ്ഞത്. അവരതിന്റെ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. പക്ഷെ നമുക്കറിയാം കിഡ്നി ഇങ്ങനെ പയറ് പോലെ ഇങ്ങനെ ഇരിക്കണു അല്ലെ, അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ട്യൂബ് ഇങ്ങനെ വന്നിട്ട് യൂറിൻ ബ്ലാഡറിലേക്ക് പോവുകയാണ്. പഠിച്ചിട്ടുണ്ടല്ലേ? ഒറ്റ ട്യൂബാണ് സാധാരണ, പക്ഷെ ഇവൾക്ക് അത് രണ്ടായിട്ടാ വരുന്നത്, ഡ്യൂപ്ലെക്സ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് നോർമലാണ്, ഇത് നമുക്ക് 5 വിരലിന്റെ പകരം 6ാമതൊരു വിരൽ വലിയ ശല്യമൊന്നുമില്ല, അങ്ങനത്തെ നോർമലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാനും എല്ലാം ചെയ്ത് എല്ലാ റിപ്പോർട്ടുമായിട്ടാണ് നമ്മൾ ചെന്നത്. പക്ഷെ നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ റിപ്പോർട്ടായിട്ട് ചെന്നാലും അവരവിടെ ചെയ്യിക്കും. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാല് തേഴ്സ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മകരസംക്രാന്തിയുടെ അവധിയായിരുന്നു. അപ്പൊ പുറത്തുള്ള ഹോസ്പിറ്റലുകളൊന്നും വർക്കിംഗ് ആയിരുന്നില്ല. ഭാഗ്യത്തിന് കണ്ണിന്റെ മാത്രം വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ ചെന്നു അതിന്റെയൊക്കെ ശരിയാക്കി പിറ്റേന്ന് രാവിലെ യൂറോളജിസ്റ്റിനെ കണ്ട് യൂറോഫ്ലോമെട്രി ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് യൂറിൻ പോകുന്നതിന്റെ ഫ്ലോയുടെ സ്പീഡ് അത് ചെയ്തു. അത് നോർമലാണ്. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു ഞാൻ എന്താ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞു സർ ഫൈൻഡിങ്സിനനുസരിച്ച് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സാധാരണ ചിലര് ഇങ്ങനെ എഴുതിത്തരൂ അങ്ങനെ എഴുതിത്തരൂ എന്നൊക്കെ ചോദിക്കും. ഡോക്ടർ എന്താണോ ഫൈൻഡിങ്സ് അതിൽ അക്കോർഡിംഗ് ടു ദാറ്റ്, ഒരു കന്നഡ ഡോക്ടർ ആയിരുന്നു, അതിനനുസരിച്ച് തന്നാൽ മതി. സർ ഭയങ്കര ഹാപ്പിയായി.
നമ്മളെ വിഷ് ചെയ്തു, സർട്ടിഫിക്കറ്റ് ഞങ്ങൾ 10 മണിയായപ്പോ തിരിച്ചെത്തിയപ്പോഴേക്കും അവള് പോയി. ഇപ്പൊ നമുക്ക് ആക്സസ് ഇല്ല, നമുക്ക് സെക്യൂരിറ്റിയുടെ അവിടെയുള്ള റൂമിൽ ഇരിക്കാനേ പറ്റുള്ളൂ. കുട്ടിക്ക് മൊബൈൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, ഡിഫൻസ് സിറ്റി അല്ലേ. അവള് തിരിച്ചു വരുന്നവരെ നമുക്ക് വിവരങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ അവളോട് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, കണ്ണിന്റെ ഡോക്ടർ ഒരു ഒപ്പീനിയൻ സമ്മറി തന്നിട്ടുണ്ട്, അത് കൂടാതെ റിപ്പോർട്ട് വേണമെന്ന്. കുട്ടികളുടെ അടുത്ത് അവര് മെയിൽ ID വാങ്ങിച്ചിട്ടായിരുന്നു കണ്ണാശുപത്രിയിലെ ആൾക്കാര് അയച്ചു തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർ അയച്ചു തന്നില്ല. ഞാൻ അവരെ വിളിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു അത് അയച്ചു തരാൻ പറ്റില്ല, ഇവിടെ വന്ന് കളക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു മാം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്, പറ്റില്ല, നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ടേ തരുള്ളൂ. വേറൊരു നമ്പറിൽ വിളിച്ചപ്പോ അതൊരു റോങ് ഇൻഫർമേഷൻ ആണ്, നിങ്ങൾക്ക് മെയിലിലേക്ക് അയച്ചു തരുന്നത്. ഞാൻ പറഞ്ഞു വേറൊരു മാമാണ് പറഞ്ഞത് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും അവരെ വിളിച്ചു, ഒരു സമ്മതിച്ചില്ല, നേരിട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തി വർത്താനം പറഞ്ഞ സമയം കളയണ്ടല്ലോ, 5 കിലോമീറ്ററേ ഉള്ളൂ, വേഗം പോയി വാങ്ങിക്കാന്ന് പറഞ്ഞ് ചെന്നപ്പോ അവര് പറയാ മെയിൽ ചെയ്ത് തരാന്ന്. ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിസിക്കൽ കോപ്പി കിട്ടാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ വേഗം ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് തന്നു. ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒന്ന് ക്ലാരിറ്റി ആയിട്ട് പറയണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്നു. ഇപ്പം കൂടുതൽ അവിടെ തർക്കിക്കാൻ പറ്റില്ലല്ലോ. വേഗം തിരിച്ചു ഓടി വന്നു, അത് കൊടുത്തപ്പോ 4:30 കുട്ടി വന്നിട്ട് പറയാ എന്റെ കിഡ്നി നല്ലപോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ അവർക്ക് 5 മണിയാകുമ്പോൾ അവിടെ ഓഫീസ് ടൈം കഴിയും. ഞങ്ങള് പിന്നെ അറിയില്ലല്ലോ, നമുക്ക് ഹോസ്പിറ്റലൊന്നും അറിയില്ലല്ലോ, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ച് ചുമ്മാ ഒന്ന് ഓൺലൈൻ സെർച്ച് ചെയ്തപ്പം ഓൺലൈനായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. 5:30 ആകുമ്പോൾ വരാൻ പറഞ്ഞു വൈകുന്നേരം. അപ്പൊ തന്നെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു. നല്ലൊരു ഫ്രണ്ട്ലി ഡോക്ടർ ആയിരുന്നു, ഏഞ്ചൽ ഡോക്ടർ. എങ്ങനെ തോന്നുന്നു? കാരണം ഡോക്ടറുടെ റൂം നിറയെ ലവ് നോട്ട്സ് ആയിരുന്നു. ഡോക്ടർ ട്രീറ്റ് ചെയ്തവരുടെ ലവ് നോട്ട്സ്. നെഫ്രോളജിസ്റ്റ് ആണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചു എത്ര സിവിയർ കണ്ടീഷനായിട്ട് വരുന്ന പേഷ്യൻസ് ആണെന്ന്. മഹാരാഷ്ട്രക്കാരനാണ്, കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ നാട്ടിൽ എവിടെയാന്ന് മലയാളത്തിൽ ചോദിച്ചു. ഞാൻ വിചാരിച്ച ഡോക്ടർക്ക് മലയാളം അറിയാം. ഡോക്ടർ എന്നോട് പറയാ ഞാൻ ആ ഒരു വാക്ക് മാത്രം എല്ലാ ലാംഗ്വേജിലും പഠിച്ചു വെച്ചേക്കുവാണ്, നാട്ടിൽ എവിടെയാന്ന് ചോദിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ഡോക്ടർ, മുഹമ്മദ് ഫഹദ് ഖാൻ ഡോക്ടറുടെ പേര്. എന്നിട്ട് ഞങ്ങള് പിറ്റേ ദിവസം സാറ്റർഡേ ആണ്, ഈ ഇന്ത്യ എയറോസ്പേസ് മെഡിസിൻ അവർക്ക് അവധിയാണ്. അപ്പൊ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ആണ്, റിസൾട്ട് കിട്ടാൻ വൈകും, പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നു. ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് ഡോക്ടറുമായിട്ട് നിന്നൊരു സെൽഫി ഒക്കെ എടുക്കാട്ടോന്നു. അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു ഡോക്ടർ പേഷ്യൻസ് അധികം ഇല്ലെങ്കിൽ ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ. ഇപ്പൊ ഡോക്ടർ ഒന്നും അതിനെന്താ, ഒരാളെ ഇനിയുള്ളൂ, നമുക്ക് സെൽഫി എടുക്കാൻ എന്തെങ്കിലും ടൈം വേണ്ടല്ലോ, സെൽഫി ഒക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫോട്ടോ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഏഞ്ചൽ ഡോക്ടറെ കണ്ടതിന്റെ വളരെ സന്തോഷമുണ്ടായി. പിന്നെ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ സാറ്റർഡേ അവർക്ക് അവധിയാണല്ലോ, മൺഡേ ചെന്നു. സ്റ്റേ ബാക്ക് ചെയ്യേണ്ടതായിരുന്നു. സാറ്റർഡേക്ക് ബുക്ക് ചെയ്തായിരുന്നു, ക്യാൻസൽ ചെയ്തു. മൺഡേ ചെന്നു, മൺഡേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്ന് വൈകുന്നേരം 4:30 മോള് വന്നിട്ട് പറഞ്ഞു അവരുടെ ഓഫീസിലെ ഒരു സൈൻ കിട്ടണം, ഈ ഡേറ്റാസ് എല്ലാം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, അവര് ഡ്രാഫ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഗവൺമെന്റിൽ നിന്ന് മെയിൽ വരുള്ളൂ, ഈ സർട്ടിഫിക്കറ്റിന്റെ മെയിൽ വരും. അത് അവർ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അവര് മെയിൽ വരുന്ന എല്ലാവർക്കും ഒരേ ഫോർമാറ്റ്, അതിനകത്ത് കുട്ടിയുടെ പേര് ഫില്ല് ചെയ്യുക, ഇവരുടെ സൈൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. 4:30 അവള് വന്നിട്ട് പറഞ്ഞു ഓഫീസ് ടൈം കഴിഞ്ഞു, അടുത്ത ദിവസം വരാൻ പറഞ്ഞു. ചൊവ്വാഴ്ച എനിക്ക് പിടി വിട്ടുപോയി. ഇത്രയും ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറിക്കലും. പിന്നെ ചൊവ്വാഴ്ച വീണ്ടും ഞങ്ങൾ രാവിലെ ചെന്നു. 7:30 ചെല്ലണം, രാവിലെ 7:30 ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ശരിയായി. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഫിറ്റ്നസ് കിട്ടിയല്ലോ. മോള് പറയുന്നു അവരെനിക്ക് ഫിറ്റ്നസ് തരാതിരിക്കാൻ കുറെ പണി വിട്ടു. അവൾക്ക് ഇത്രയും ടെസ്റ്റുകൾ ചെയ്യണമായിരുന്നു. ഒരു മോൻ വന്നത് അവന് ബ്ലഡ് ടെസ്റ്റിൽ എന്തോ പ്രശ്നം, ലിവറിൽ ഇൻഫെക്ഷൻ. അപ്പൊ അവർ അൺഫിറ്റ് ചെയ്തു. പക്ഷെ അത് ടെമ്പററി ആണ് അൺഫിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുണ്ട് കേട്ടോ. അത് അവർ പറഞ്ഞു 2 മാസം ഡോക്ടറെ കണ്ട് 2 മാസം മരുന്ന് കഴിച്ച് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. 2 മാസം 2 ആഴ്ച. വേറൊരു മോന് കണ്ണിന് പ്രശ്നം, ബാക്കിയെല്ലാം അവന്റെ ശരിയായി. കണ്ണിന്റെ ഈ കൃഷ്ണമണി ഉണ്ടല്ലോ, പ്യൂപ്പിൾ ഒരേപോലെ മൂവ് ചെയ്യണത്. അവന്റെ ഒരെണ്ണം ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുക, മറ്റേതോ അത്രയും മൂവ് ചെയ്യണം. ഒരു സ്കിന്നിന്റെ ഒരു പ്രശ്നം. 2 മന്ത്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ട് എക്സസൈസ് ചെയ്യണം, അപ്പൊ അത് ശരിയാവും. 2 മന്ത്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. വേറൊരു കുട്ടി കയ്യിലൊരു ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു, ചരട് അഴിക്കാൻ പറഞ്ഞു. ചരട് അഴിച്ചപ്പം ഈ ചരടില് ചെറിയൊരു വട്ടത്തിൽ എന്തോ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ സ്ഥിരം കെട്ടി കയ്യിൽ ആ പാടായി. അവരൊക്കെ സംശയം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതാണോ. എന്നിട്ട് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് ആ കുട്ടിയെ വിട്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാ ടെസ്റ്റുകൾ നടത്തുന്നത്. നമുക്ക് ഏകദേശം ഒരു ടെസ്റ്റിന് അവിടെ കൊടുക്കേണ്ടത് 3000 സംതിങ് ആണ് റേറ്റ്.
ഇതേ ടെസ്റ്റുകൾ നമുക്ക് പുറത്ത് അപ്പോളോയിൽ ചെയ്യാം. അവിടെ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഒരു 40,000 ഒക്കെ ചാർജ് ചെയ്യും. അത് മാത്രല്ല, അപ്പോളോയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിളാ. നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി തരും. നമ്മൾ കാശ് കൊടുത്താൽ മതി. പക്ഷെ ആരും അവിടെ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരിടത്ത് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എയർഫോഴ്സിന്റെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിൽ ഭയങ്കര വാലിഡാ. ക്വസ്റ്റ്യനിങ് ഉണ്ടാവില്ല. മറ്റു ഹോസ്പിറ്റലുകളാ ചെയ്തെങ്കിൽ അവർ വീണ്ടും പോയി ചെയ്യാനായിട്ട് പറയും. IIM തന്നെ വരാനായിട്ട് പറയും. അതുകൊണ്ട് ഇത്രയും ദിവസം നിന്നെങ്കിലും നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ നിന്നുള്ള കണക്ഷൻ പോയി, അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, നമ്മൾ എവിടെയാണെന്ന് പോലും എനിക്ക് വലിയ ഓർമ്മയില്ല. നമ്മൾ എവിടെ വരെ എത്തി? മാം ഇത് എന്തിനാ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയത്? അവള് ഏവിയേഷന്റെ കോഴ്സാണ് ചെയ്യുന്നത്, പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനാണ് ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ കാണാം. എല്ലാ വർഷവും ചെയ്യണം ഇത്. വൺസ് നമ്മൾ ഈ ജോബിലേക്ക് ആയി കഴിഞ്ഞാലും നമ്മൾ എല്ലാ വർഷവും എവറി ഇയർ ഇതിന് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇയർ ഈ ടൈം ആകുമ്പോൾ വീണ്ടും ചെയ്യണം. പിന്നെ ജോലി കിട്ടുമ്പോ എന്ന് വെച്ചാൽ ഫുൾ ചെലവ് കമ്പനി എടുക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ അതിനുള്ള എക്സ്പെൻസ് കണ്ടെത്തണം. ഇതൊക്കെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും അസുഖം നമ്മൾ അറിയാതെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല രീതിയിൽ ഡയഗ്നോസ് ചെയ്തിട്ടാണ് അവരെല്ലാം ഫിറ്റ്നസ് തരുന്നത്, വെറുതെ തരില്ല. അവിടെ പൈലറ്റുമാര് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികള്, പിന്നെ ആർമി, നേവി, എല്ലാം, എയർഫോഴ്സ്, എല്ലാവരും ഈ ഫിറ്റ്നസ് എടുക്കണം. അവർക്കൊക്കെ ഓരോ രീതിയിലാണ്. പക്ഷെ എന്നാലും പലരും 4, 5, 10, 16 ദിവസം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവരുണ്ട്. പെട്ടെന്ന് കിട്ടില്ല. കാരണം ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓരോന്നിന്. അപ്പൊ ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇനി ആരെങ്കിലും ഇതിന് പോകുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെയാട്ടോ ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ വരെ എത്തി. പാർട്ട് 3 തുടങ്ങിയില്ലേ? ഇൻട്രൊഡക്ഷൻ ആയിരുന്നോ അതോ ക്ലാസ് തുടങ്ങിയോ? ആരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ കണക്ഷൻ പോയോ? ഇല്ല മാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനും ഇല്ലായിരുന്നു. വേറെ ആരോടേക്ക് കുഴപ്പമില്ല. നമ്മൾ പാർട്ട് 3യിലെ 3rd യൂണിറ്റ് ആണോ ഞാൻ എടുത്തേ തുടങ്ങി? എന്തായാലും ജസ്മിന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇതിലുള്ളത് തന്നെയാണ്. തേർഡ് യൂണിറ്റ് തുടങ്ങിയോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. യൂണിറ്റ് 1 ആരെങ്കിലും എടുത്തിരുന്നോ? എടുത്തു. 2 എടുത്തിട്ടില്ല. 2 എടുക്കത്തില്ല. ഓക്കെ, എന്തായാലും അത് അതിനെ എടുക്കുമായിരിക്കും. ടീച്ചർ തന്നെ 2 എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഞാൻ 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കണക്ഷൻ ഒക്കെ വിട്ടിരിക്കുമല്ലോ. നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അതാണ് 3rd യൂണിറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വിട്ടു എന്നാണ് എന്റെ ചാപ്റ്ററിന്റെ അല്ല. എന്തോ കേട്ടില്ല. പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 3rd യൂണിറ്റ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഇനി നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്ലാസ്സിന്റെ രീതി മാറുവാണ്. നിങ്ങളാണ് ഫെസിലിറ്റേറ്റേഴ്സ്. നിങ്ങളിപ്പോ ഹാഫ് ഫെസിലിറ്റേറ്റേഴ്സിന്റെ ജോലി കഴിഞ്ഞ് ഫുൾ ഫെസിലിറ്റേറ്റർമാരായിട്ട് മാറിയിരിക്കും. അപ്പൊ ഇനി ക്ലാസ് നിങ്ങൾ ലീഡ് ചെയ്യണം. ആര് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാം. ഇന്നിപ്പോ ഞാൻ പറയണില്ല. ഇന്ന് റെഡി ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് ഡേ ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വന്ന് ഇത് ക്ലാസ് ലീഡ് ചെയ്യാവുന്നതാണ്. രസ്മിനെ കുറെ ഇൻഫർമേഷൻസ് നമ്മളോട് ഷെയർ ചെയ്തില്ലേ, അതുപോലെ ഇത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് കുറെ നമ്മുടെ പേഴ്സണൽ കാര്യം അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാം. ക്ലാസ് ഇപ്പൊ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എടുക്കുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ലാസ്റ്റ് പോർഷൻസ് ഇപ്പൊ ഓരോ ആൾക്കാർക്ക് സെമിനാർ കൊടുത്തേക്കാം. അപ്പൊ നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, ഒന്നുമില്ല, ഒരു മനുഷ്യക്കുട്ടി ഉണ്ടാകുന്നതിന്റെ അതെങ്ങനെയാണ് നാച്ചുറലി ഡെവലപ്പായി വരുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ കുറെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ. മാങ്ങയുടെ സീസൺ വരുമ്പോൾ നല്ല മധുരമുള്ള മാമ്പഴം കിട്ടും.
നമ്മളെ കടയിൽ നിന്ന് ഏതെങ്കിലും വാങ്ങിയിട്ട് വന്നാൽ നമ്മൾ പറയും, ഓ സീസൺ ആയിട്ട് എന്താ ഇതിനിങ്ങനെ മധുരമില്ലാത്ത, അവര് നേരത്തെ പറിച്ചു വെച്ച് ആർട്ടിഫിഷ്യലി അതിനെ പഴുപ്പിക്കാൻ നോക്കി എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ചില മാമ്പഴങ്ങള് പഴുക്കുന്നത്. നോക്കുമ്പോ ഭയങ്കര മണമൊക്കെ കിട്ടും, പക്ഷെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല, പച്ചവെള്ളം പോലെയൊക്കെ തോന്നും. അതാണ് ഞെക്കിപ്പഴുത്താൽ മധുരം ഉണ്ടാവില്ല. നാച്ചുറൽ ആയിട്ട് പഴുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമ്മള് ഫോഴ്സ്ഫുള്ളി ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് ഒരു കുട്ടി വളർന്നു വരുന്നതും. കുട്ടി നാച്ചുറലി ആ ഒരു എൻവിയോൺമെന്റിൽ വളരണം. ആ ഒരു കുട്ടിയും അല്ലാതെ ഒരു അടച്ചിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് സ്ട്രിക്റ്റ് റൂൾസും ഒക്കെ ആയിട്ട് വളർത്തുന്ന ഒരു കുട്ടിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് ഒരു കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റ്? നമുക്ക് അറിയാം, ജീവനുള്ളത് ഹ്യൂമൻ ബീയിങ് മാത്രല്ല അല്ലെ, അല്ലാതെ പല ജീവികളും നമുക്ക് ചുറ്റുപാടും ഉണ്ട്. പണ്ടൊക്കെ ഇപ്പൊ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ വെക്കേഷൻ സമയത്ത് അമ്മ വീട്ടിൽ പോകും. അപ്പൊ അവിടെ ഈ പശു ഉണ്ടായിരുന്നു. അപ്പം മിക്കവാറും ഞങ്ങൾ വെക്കേഷൻ ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു പശു പ്രസവിക്കാറായിട്ട് നിൽക്കണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ പിള്ളേർക്ക് ഭയങ്കര കൗതുക, പശു പ്രസവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. തൊഴുത്തിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കും. പക്ഷെ എന്നിതാലും നമ്മൾ നോക്കിയിരിക്കുമ്പോ പശു പ്രസവിക്കില്ല. അന്നൊക്കെ 9 മണിയാകുമ്പോ കിടന്നുറങ്ങുമല്ലോ, ഇന്നത്തെ പോലെയല്ല. കളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാം കൂടെ നിരന്ന് ഒരു ഹോളിലായിരിക്കും കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴാണ്, അന്ന് രാത്രിയായിരിക്കും ചിലപ്പോൾ പശു പ്രസവിച്ചിട്ടുണ്ടാവും. രാവിലെ എണീക്കുമ്പോ കാണാം ഒരു പശുക്കുട്ടി ഓടി നടക്കുന്നതും ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ വരുന്നതും. അത് രാത്രി പ്രസവിച്ച പശുവിന്റെ കുട്ടിയാണ് പിറ്റേ ദിവസം ഓടി നടന്ന് കളിക്കുന്നതും അതിന് വിശക്കുമ്പോ ഓടിപ്പോയി പാൽ കുടിക്കുന്നതും. ഒരു മനുഷ്യക്കുട്ടി ഇങ്ങനെ പറ്റുമോ? പ്രസവിച്ച ഉടനെ ഓടി നടക്കാനും വിശക്കുമ്പോ ഓടി ചെന്ന് പാൽ കുടിക്കാനും പറ്റുമോ? ഇല്ല. അതാണ്, ഹ്യൂമൻ ബീയിങ്സ് ഇൻകേപ്പബിൾ ആണ് കമ്പയർഡ് ടു അനിമൽ ബേബീസ്. ഹ്യൂമൻ ബേബീസ് ജനിക്കുമ്പോ തന്നെ, പക്ഷെ വൺസ് അവര് ഡെവലപ്പ് ചെയ്ത് വളർന്നു വന്നു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമാന്മാരായ പൊട്ടൻഷ്യൽ ഉള്ള സ്പീഷീസ് ലോകത്ത് വേറെ ഇല്ല. അതാണ് വ്യത്യാസം. ഓക്കെ, അതാണ് ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് അതൊക്കെ തന്നെയാണ് പറയുന്നത്. സോ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലേ നാച്ചുറൽ ഡെവലപ്മെന്റ് എങ്ങനെ വേണം. ചില ആളുകൾ കുട്ടികളെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് പുറത്ത് ഇറക്കാതെ മണ്ണിൽ വിടാതെ, മണ്ണിൽ വിടുവാണെങ്കിൽ സോക്സോ ഷൂവോ ഒക്കെ ഇട്ട് മണ്ണ് ആക്കണ്ട എന്നും പറഞ്ഞിട്ടൊക്കെ ആ രീതിയിലൊക്കെ വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. മറ്റേ കുട്ടികള് ഇവർക്ക് ലെസ് ആയിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, ബട്ട് ലെസ് ആയിരിക്കും കമ്പയർഡ് ടു അതർ. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഒന്ന് റീഡ് ചെയ്യൂ. ഇപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഓക്കെ, ഞാൻ വായിക്കാം. ഞാൻ അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കറക്ഷനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ആ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, എ ജോയ് ക്ലൈംസ് ഇൻടു എന്ന് പറഞ്ഞിട്ട്, ആ ജോയ് എന്നുള്ളത് JOEY ആണ്. കാങ്ക്രു ഇല്ലേ, കാങ്ക്രുവിന്റെ കുട്ടിയാണ് പറയുന്നത് ജോയ് എന്ന്. ഓക്കെ, നീ വായിച്ചു. JOEY. Law of natural development. Have you noticed the difference between human babies and animal babies? Human babies seem to be more incapable than animals at birth. Animals can walk within hours after birth. Some can squirm around and creep like puppies. But human babies can barely do anything at all. They cannot move on their own. And they are so helpless that they can't even lift their own head. They just lay there and cry. Sea turtles newly devised on a beach while naturally move toward the ocean. A joy climbs into its mother's pouch upon being born. Why are we born like this? It is because the animals have special aptitude which help them for their development. In the human child, instinct has withdrawn to give place to something higher, to the brilliance
and will of man. Animals have merely to activate their instincts towards their specified behavior, and their psychic life in limited to this. But in man, there is this other fact, the creation of human brilliance. But a human body is not born with intelligence. It develops as a result of communication with its environment, and the spiritual embryo unfolds. Montessori opined na Miss last day. അതെ, ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഒപ്പീനിയൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലെ, ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിൽ ഡിഫറൻസ്. ഇപ്പൊ പശുക്കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷെ കുറേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് പറ്റും അല്ലെ. ഹ്യൂമൻ ബേബീസ് ജനിക്കുമ്പോൾ തന്നെ ഇൻകേപ്പബിൾ ആണ് ദാൻ അനിമൽ ബേബീസ്. ജനിച്ച ഉടനെ ഒരു കുട്ടി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം എന്താ, തല ഉറച്ചിട്ടില്ല. നമ്മൾ അവിടെ എങ്ങനെ എത്ര ദിവസങ്ങളോളം കൈ പിടിച്ചിട്ടാണ് ആ കുട്ടിയെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ സ്വന്തമായിട്ട് തലയൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരാളാണ് ഈ ഹ്യൂമൻ ബേബി. പിന്നെ പാല് ഇനീഷ്യലി പാല് കുടിപ്പിക്കുക ഭയങ്കര ചടങ്ങാലേ, സക്കിയില്ല. പിന്നെ 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 അതങ്ങനെ നോർമലി ആയി വരുവാണ്. പാല് വലിച്ചു കുടിക്കുന്നത് നോർമലി ആയി വരും. പിന്നെ നമുക്കറിയാം കുറേ ദിവസം കഴിയുമ്പോഴാണ് ഇവരുടെ നോട്ടം ശരിയാവുന്നത്. പിന്നെ ഒരു സോഷ്യൽ സ്മൈലൊക്കെ വരും. കൂടുതൽ ചിരിക്കുന്നത് ഉറക്കത്തിലാണ്. നമ്മുടെ നേരെ നോക്കിയുള്ള ചിരി വരാൻ പിന്നെ സമയമെടുക്കും അല്ലെ. അമ്മയെ തിരിച്ചറിയുന്നു അല്ലെ, ആ ഒരു കെയർ ഗീവർ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ കെയർ ഗീവർ ആരാന്ന് വെച്ചാൽ അവരെ തിരിച്ചറിയുന്നു, അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു, അവരുടെ സ്മെല്ല് പെട്ടെന്ന് കിട്ടുന്നു, അവരുടെ ശബ്ദം അവർക്ക് പരിചിതമാകുന്നു, അവരുടെ പ്രസൻസ് അവർ അറിയുന്നു അല്ലെ. കുട്ടികൾ ചിലപ്പോ വേറൊരാളുടെ കയ്യിലിരുന്ന് കാറിക്കരയും, അമ്മ എടുക്കുമ്പോഴേക്ക് ഭയങ്കര സമാധാനത്തോടു കൂടി ഇരിക്കുന്നതാണ് അമ്മ, അല്ലെങ്കിൽ കെയർ ഗീവർ ആരാണോ അവരെടുക്കും അല്ലെ. അപ്പൊ എന്റെ മോനിങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവനെ ഈ അടുത്ത് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കൈ, കുഞ്ഞു കുട്ടികളെ നമ്മൾ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അവരെ ഇതാക്കി വെക്കുന്നു, വളരെ സമാധാനമായിട്ട് പെട്ടെന്ന് ഉറങ്ങണ കാണാം. അപ്പം വീട്ടില് ഹസ്ബൻഡിന്റെ അച്ഛൻ ചോദിക്കും, അതെന്താ അവന് അങ്ങനെ ഉറങ്ങണേന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു, അങ്ങനെ അമ്മയുടെ ചൂട് കിട്ടിക്കഴിഞ്ഞ കുട്ടികൾ അങ്ങനെയാണ്, അവര് എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും അവരങ്ങനെയൊന്നും ഉറങ്ങുന്നു. അപ്പൊ അത് ആ ഒരു കണക്ഷൻ ആണ് കേട്ടോ, ശരിക്കും അമ്മയും കുട്ടിയും തമ്മിലുള്ള കണക്ഷൻ. അത് തുടങ്ങുന്നത് കുട്ടി ജനിക്കുമ്പോഴല്ലല്ലോ, അതിന് മുമ്പേ ആ ഒരു കണക്ഷൻ, കിൾക്കൊടി ബന്ധം എന്നൊക്കെ നമ്മൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊക്കെ പറയും, പക്ഷെ ആ ഒരു കണക്ഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കണക്ഷൻ നമ്മളിപ്പോ ടീച്ചർ ആവുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളായിട്ടുണ്ടാകും. നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് നോക്കിയാൽ എന്തോരം കോണ്ടാക്ട്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. എന്റെ ഫോണിൽ മോർ ദാൻ 1000 ഉണ്ട്. അഭിമാനത്തോടു കൂടി പറയുന്നതല്ല, അത്രയും കോണ്ടാക്ട് ഉണ്ട്. എന്റെ സ്റ്റാറ്റസ് വ്യൂ ചെയ്യുന്ന ഒരു 60-ന് മുകളിൽ പോവാറുണ്ട്. ഇവിടെ വീട്ടിലറിയോ അമ്മയുടെ സ്റ്റാറ്റസ് എന്തോരം ആൾക്കാരെ കാണുന്നേ. അതിപ്പോ നിങ്ങളുടെ ഓരോ ബാച്ച് പോകുമ്പോഴും ചിലപ്പോ ചില ഇൻസ്റ്റന്റിൽ ഞാൻ പെട്ടെന്ന് സേവ് ചെയ്തിട്ട് സേവ് ചെയ്യാത്തവരുടെയാണ് കാണാത്തത്. അത്രയും കോണ്ടാക്ട്സ് അങ്ങനെയുണ്ട്. പക്ഷെ ഇതിൽ എത്ര പേരുമായിട്ട് നമ്മളുടെ തന്നെ നോക്കുക, എന്റെ ഫോണിൽ ഇപ്പൊ 200 അല്ലെങ്കിൽ 300 ഉണ്ട്. അതൊരു കോണ്ടാക്ട്സ് ആണ്. എത്ര പേരുമായിട്ടാണ് നമുക്ക് കണക്ഷൻ ഉള്ളത്, കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്നത് വളരെ ചുരുക്കം പേരായിരിക്കും അല്ലെ. കോണ്ടാക്ട്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആകുന്നത് വളരെ കുറച്ച് പേരുമായിട്ടാണ്. അതുപോലെ ആയിരിക്കണം പാരന്റ്സും മക്കളുമായിട്ട്. കോണ്ടാക്ട് അല്ല വേണ്ടത്, പാരന്റ്സും കുട്ടികളുമായിട്ട്, അവരുമായിട്ട് ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. കണക്ഷൻ ആണ് വേണ്ടത്. അങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ ഒരിക്കലും അവർ നമ്മളെ വിട്ട് ഇപ്പൊ ജോലിക്കോ എന്താ പറയാ പഠിക്കാനോ ഒക്കെ അവർ പോവുമായിരിക്കും. പക്ഷെ എത്ര ദൂരം അവര് പോയാലും ആ ഒരു ഇമോഷണൽ കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് നമ്മളെ തമ്മിലുണ്ടാവും. എന്തൊരു കുഞ്ഞു തീരുമാനമാണെങ്കിലും എന്തെടുത്താലും അവർ നമ്മളെ അറിയിക്കും, ഇൻഫോം ചെയ്യും. ഒരാളെ ഇഷ്ടപ്പെട്ടോ, ഒരാളെ ഇഷ്ടപ്പെടും, ഒരു അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എന്ന് അപ്പൊ അവര് നമ്മളോട് പറയും, അവരെ ഹൈഡ് ചെയ്ത് വെക്കില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ കുഞ്ഞുങ്ങൾ എവിടെയുള്ളപ്പോഴും ഉണ്ടാവട്ടെ. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളിലെ ഫുൾ ഡേ സെഷന് ഞാൻ ആളെ ഇൻവൈറ്റ് ചെയ്തു. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു, ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. അപ്പൊ ആളെ അസിസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു. അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടോ, കാരണം അത്ര മിടുക്കി ആയിട്ടുള്ള ഒരാളാണ് കല്യാണി. ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റും ആണ്. കലയെ
ഞങ്ങളുടെ സെഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് മോർണിംഗ് കുട്ടികളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ളായിരുന്നു കേട്ടോ. 2:30 വരെയും കുട്ടികളുടെ സെഷൻ, ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. 2:30 വരെ കുട്ടികളുടെ സെഷൻ. 2:30 ആകുമ്പോഴേക്കും പാരന്റ്സ് വരും. പാരന്റ്സിന് മാത്രം ഒരു സെഷൻ. 3 മണി കഴിയുമ്പോൾ പാരന്റ്സും കുട്ടികളും ചേർന്നുള്ള തെറാപ്പിയാണ്. 2:30 പാരന്റ്സിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാറായപ്പോഴേക്കും 2-3 പാരന്റ്സ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഇരിക്കാൻ സമയമില്ല, എനിക്ക് പോണം, എന്റെ ബസ്സിന്റെ ടൈമാണ് 3:15, 3:30. ഞാൻ പറഞ്ഞാ ഓക്കെ എന്ന് പറഞ്ഞ് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡും കാണുന്നതായിരുന്നു. ഇനി നിങ്ങൾ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്നിട്ട് കലയോട് പറഞ്ഞു, കല ഇങ്ങനെ 3 പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട്. കല സ്റ്റാർട്ട് ചെയ്തായിരുന്നു രസം. നമ്മള് പാരന്റ്സിന് പലപ്പോഴും നിങ്ങൾ പറയും ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തു, പക്ഷെ നമ്മൾ അവരെയൊക്കെ സമയം കൊടുത്തിട്ടുണ്ടോ അവരെ കേൾക്കാൻ, അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം. അവർ ചിലപ്പോ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, നമ്മൾ അതിനെ തടസ്സപ്പെടുത്തരുത്. അപ്പൊ അത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ വേണമെന്നാ പറയുന്നത്. അതേസമയം ഇപ്പൊ കല പറയുകയും ചെയ്തു, പലപ്പോഴും മീറ്റിംഗ് വെക്കുമ്പോൾ അച്ഛനും അമ്മയും ഉള്ള വീട്ടിൽ നിന്നാണെങ്കിലും അമ്മ എപ്പോഴും വരുള്ളൂ, ഈ അച്ഛൻ വരില്ല. അച്ഛന് സമയമില്ലല്ലോ, തിരക്കാണല്ലോ അച്ഛൻ. എപ്പോഴും മക്കളുടെ പല കാര്യങ്ങളിലും അമ്മമാരാ വരുന്നത്. എനിക്ക് 2 പേരും കൂടിയാണ് വരേണ്ടത്, സമയമില്ലല്ലോ. അപ്പൊ കല പറയാ, നിങ്ങൾ എല്ലാരും പോയിട്ട് ഈ സമയമില്ല എന്ന് പറയുന്ന പാരന്റ്സിനോട് ഇപ്പോഴേ ഒരു വൃദ്ധസദനം ബുക്ക് ചെയ്തു. കാരണം വലുതാവുമ്പോ മക്കൾക്ക് സമയമില്ല നിങ്ങളെ നോക്കാൻ, നിങ്ങളെ കേൾക്കാൻ. എന്തിനാ നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നേ? കാരണം നിങ്ങൾ സമയം അവർക്ക് വേണ്ടി കണ്ടെത്തുന്നില്ല. സോ നിങ്ങൾ പോയിട്ട് ഒരു വൃദ്ധസദനമൊക്കെ അങ്ങ് ബുക്ക് ചെയ്തോളാം. കാശുള്ളവരാണെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. സീനിയർ സിറ്റിസന് വേണ്ടിയിട്ട് അപ്പാർട്ട്മെന്റുകളും വില്ലകളും ഉണ്ട്. അവിടെ ഫുൾ ടൈം കിച്ചൺ, ഫുൾ ടൈം ഡോക്ടർ സർവീസ്, ക്ലീൻ ചെയ്യാൻ ആള്, എല്ലാത്തിനും ആളുണ്ടാവും, ആംബുലൻസ് എല്ലാം ഉണ്ട്. പൈസ ഉണ്ടാവണമെന്ന് മാത്രം. അല്ലാത്തവർക്ക് സാധാരണ വൃദ്ധസദനത്തിൽ അഭയം പ്രാപിക്കും. നമ്മളിപ്പോ അവർക്ക് സമയം കൊടുത്തില്ലെങ്കിൽ അവർ വലുതാവുമ്പോ നമുക്ക് സമയം തരണമെന്നും നമ്മളെ കേൾക്കണമെന്നും നമുക്ക് പറയാൻ പറ്റുമോ? സോ അവർക്ക് സമയം കൊടുക്കണം. അത് അവരുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്, അവകാശമാണ്, അവർക്ക് വേണ്ടത് തന്നെയാണ്, അവരുടെ റൈറ്റ്സ് ആണ്. കുട്ടികള് സ്നേഹിക്കപ്പെടാൻ വളരെ ആഗ്രഹിക്കും. അവര് വന്ന് എത്ര പ്രായമായാലും അവര് വന്ന് കെട്ടിപ്പിടിച്ചു നോക്കുമ്പോ നമ്മൾ തടയുക. കുറച്ചു മുമ്പല്ലേ നീ തന്നതെന്ന് ചോദിച്ചുകൊണ്ട് തടഞ്ഞു കഴിഞ്ഞ്, കുറച്ചു മുമ്പല്ലേ അമ്മ ഭക്ഷണം കഴിച്ചത്, ഇപ്പൊ എന്തിനാ കഴിക്കാൻ പോണേ എന്ന് അവര് തിരിച്ചു ചോദിക്കും. ഇന്നലെ പല്ലി കഴിച്ചില്ലേ അമ്മ, ഇന്നെന്തിനാ പല്ലി കഴിക്കണത്? അവർക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മളും തിരിച്ച് അതുപോലെ തന്നെ അവരെയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഹെൽപ്പ് ചെയ്യുക, എല്ലാം അതൊക്കെ അവിടെ ഒരു കണക്ഷൻ ഫോം ചെയ്യുവാണ്. അത് അവർക്ക് ഒരു 23-24 ഇയേഴ്സ് ഒക്കെ വരുമ്പോഴാണ് ഇവര് ബ്രെയിൻ സെൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ശരി തെറ്റ് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു ബോധം വരുന്നത്. അല്ലാത്ത പ്രായത്തിൽ നിന്നാണ് ഇവർക്ക് കൺഫ്യൂഷനാ. കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ നമ്മളേ ഉള്ളൂ അവരുടെ അടുത്ത്. അല്ലെങ്കിൽ അവര് റോങ് വേ ഒക്കെ അന്വേഷിച്ച് പോകും, വേറെ വല്ല വഴിക്കൊക്കെ അവർ പോയി വരും. ഓക്കെ, പണി കിട്ടും എന്ന് ചുരുക്കം പറയാം. നമ്മളിവിടെ പറഞ്ഞത് ആ ഒരു ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. ഹ്യൂമൻ ബേബീസ് മോർ ഇൻകേപ്പബിൾ ആണ്, തലയൊന്ന് പൊക്കാൻ പോലും പറ്റില്ല. അതിന് ആരുടെയെങ്കിലും സഹായം വേണം, കുളിപ്പിക്കാൻ ഒരാൾ വേണം, ഭക്ഷണം കഴിപ്പിക്കാൻ വേണം, ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ ഒരാൾ വേണം, യൂറിനേറ്റ് ചെയ്യുമ്പോഴും മോഷൻ പോകുമ്പോഴൊക്കെ അതിനൊക്കെ ഒരാൾ ക്ലീൻ ചെയ്യാൻ വേണം അല്ലെ. നമ്മൾ അനിമൽസിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണാനായിട്ട് പറ്റും. പല അനിമൽസും ബേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവര് നടക്കാനും ഒക്കെ തുടങ്ങും. ആദ്യം ഒന്നിങ്ങനെ വേച്ചായിരിക്കും, സ്ക്യൂം അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസപ്പെട്ടൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവര് ഒന്ന് മിടുക്കനായി നടക്കാനായിട്ട് തോന്നും. പക്ഷെ ഹ്യൂമൻ ബേബീസിന് അങ്ങനെ പോലും പറ്റില്ല. വേച്ച് നടക്കാനോ പിടിച്ചു നിൽക്കാനോ ഒന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തന്നെത്താനൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഹെൽപ്ലെസ് ആണ്. സ്വന്തം തല പോലും ഒന്ന് പൊക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഹെൽപ്ലെസ്. അവര് ചുമ്മാ കിടന്ന് കരയുകയേ ഉള്ളൂ. പിന്നെ കടലാമകൾ ഈ ഡിസ്കവറി ചാനലിലും അനിമൽ പ്ലാനറ്റിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ ബീച്ചിന്റെ സൈഡിൽ ആ മണൽത്തിട്ടയിൽ വന്നിങ്ങനെ മുട്ടയിട്ടിട്ട് ഈ ആമയങ്ങ് പോകും. ഈ മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങി. ഇവരെ നീന്താൻ പഠിപ്പിച്ചതും അതുപോലെ കടലാണ് എന്റെ വീട് എന്നുള്ളതൊക്കെ ആര് പഠിപ്പിച്ചു? അത് അവരുടെ ഉള്ളിലൊരു ഇൻസ്റ്റിക്റ്റ് ഉണ്ട്. അതാണ് അവരെ യെസ് എന്റെ വീട് അതാണ്, ഞാൻ ഇങ്ങനെ പോകണം എന്നുള്ളത്. അത് ആ ഇൻസ്റ്റിക്റ്റ് അവരിൽ ഡെവലപ്പായി കഴിഞ്ഞു. പക്ഷെ ഹ്യൂമൻ ബേബീസിന് ഞാൻ ഇങ്ങനെ 2 കാലും കുത്തി നിന്നാൽ എനിക്ക് നടക്കാൻ പറ്റും,
ഇതൊന്നും അവർക്ക് ആയിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റും, ഇങ്ങനെയൊന്നും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം ഞാൻ ഇങ്ങനെ ചെയ്യണം, ഒന്നും അവർക്കറിയില്ല. എന്റെ വീടാണ് ഇതൊന്നും, ഇവരൊക്കെ എന്റെ ആൾക്കാരാണെന്നൊന്നും മനസ്സിലായിട്ട് വരണില്ല ഹ്യൂമൻ ബേബീസ്. കടലാമകൾ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ കാങ്ക്രൂന്റെ കിഡ് ജോയ് ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ, കാങ്ക്രൂന്റെ സ്പെഷ്യാലിറ്റി നമുക്കറിയാലോ, മടിയിലൊരു സഞ്ചി പോലെ ഉണ്ട് അല്ലെ. ജനിച്ച ഉടനെ തന്നെ ഈ ജോയ്, അതായത് കിഡ് ചാടി ആ സഞ്ചിയിലിരിക്കും. അതിനെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചോ, ഇത് ഈ നിന്റെ അമ്മയുടെ സഞ്ചി നിനക്ക് ഇരിക്കാനുള്ളതാണ്, അത് അങ്ങനെ തന്നെ ചെയ്യും അല്ലേ. അപ്പൊ മനുഷ്യർ ഒരിക്കലും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇൻകേപ്പബിൾ ആണ്. ഈ അനിമൽസിന് ആ ഒരു സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അവർക്ക് അറിയാം എന്താണ് ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെന്റ് എന്ത്, അവരുടെ ആ ഇൻബോൺ ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അവിടെ ഡെവലപ്പ് ആയി കഴിഞ്ഞു. മനുഷ്യരിലും ഈ പൊട്ടൻഷ്യൽസ് ഉണ്ട്. അതിനെ പൊട്ടൻഷ്യൽ നെബുല എന്നാണ് പറയുന്നത്. നെബുല എന്താന്നുള്ളത് യൂണിറ്റ് 10 നമ്മൾ പഠിക്കും. ഞാൻ ആ വേർഡ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മനുഷ്യരിലും അതുണ്ട്. ഈ മൃഗങ്ങൾ കാണിച്ച പോലുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഇൻബോൺ പാറ്റേൺ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ മൃഗങ്ങളിൽ അത് അപ്പോഴേ ഡെവലപ്പ് ആകുന്നു, മനുഷ്യരിൽ അത് ഡെവലപ്പ് ആകാൻ സമയമെടുക്കുന്നു. അത് ആ മനുഷ്യൻ ജനിച്ച് വളരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകൾ വരും. ചിലപ്പോ കൂടാം, ചിലപ്പോ കുറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിനകത്തൊരു പുതിയ വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, സ്പിരിച്വൽ എംബ്രിയോ. എംബ്രിയോ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ട് അല്ലെ. ഭ്രൂണം മലയാളത്തിൽ പറയുവാണെങ്കിൽ വളർച്ച പ്രാപിക്കാത്ത ഒരു മാംസപിണ്ഡം എന്നൊക്കെ പറയുക ഭ്രൂണം അല്ലെ. കുറച്ച് കഴിയുമ്പോഴാണ് അത് ഡെവലപ്പായി വരുന്നത് അമ്മയുടെ വോമ്പിനകത്ത്. പിന്നെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മനുഷ്യക്കുട്ടിയായി പുറത്തേക്ക് വരുന്നു. മറിയ മോണ്ടെസോറി മനുഷ്യർക്ക് ഈ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെങ്കിലും ഇത് ഡെവലപ്പ് ആയിട്ടില്ല, ഉള്ളിൽ തന്നെ ഇരിക്കുക, സമയമെടുത്താണ് ഡെവലപ്പ് ആകുന്നത്. അതുകൊണ്ട് മറിയ മോണ്ടെസോറി മനുഷ്യരുടെ, അതായത് മൈൻഡ് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ചാണ് ഇത് ഡെവലപ്പ് ആകുന്നത്. ആ ഒരു മൈൻഡിനെ വിളിച്ചത് സ്പിരിച്വൽ എംബ്രിയോ എന്നായിരുന്നു. സ്പിരിച്വൽ ആ എംബ്രിയോ, അതായത് ഒരു ഭ്രൂണാവസ്ഥയിലാണ് മനുഷ്യന്റെ മനസ്സിരിക്കുന്നത്. അത് ഡെവലപ്പായി വരാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സിനെ മറിയ മോണ്ടെസോറി സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ചത്. ജനിക്കുമ്പോ തന്നെ കുട്ടിക്ക് ഇന്റലിജൻസ് ഒന്നുമല്ല, അത് വളർന്നു വരുമ്പോഴാണ് അത് വരുന്നത്. ആ ഇന്റലക്ച്വൽ, ആ മൈൻഡ് ഡെവലപ്മെന്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് മറിയ മോണ്ടെസോറി അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ചത്. എംബ്രിയോ എന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു 9th വീക്ക് ഒക്കെ ആവുമ്പോഴാണ് ഈ എംബ്രിയോ സ്റ്റേജിലേക്ക് പോകുന്നത്. ആ ഒരു ജീവന്റെ തുടിപ്പ് എംബ്രിയോ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു 9th വീക്ക് ഒക്കെ ആവുന്നത്. പുറത്ത് വന്ന് ഫുൾ മനുഷ്യരൂപമായിട്ട് വന്നിട്ടും ബുദ്ധി ബോധവും ഒന്നും വികസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മറിയ മോണ്ടെസോറി ആ സൈഡിന് മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള മൈൻഡിനെ സ്പിരിച്വൽ, അപ്പോഴും അത് ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മറിയ മോണ്ടെസോറി പറയുന്നത്. ഈ പുറത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അത് ഡെവലപ്പായി വരണം. ക്ലിയർ ആയല്ലോ അല്ലെ. അടുത്ത 2 പാരഗ്രാഫ്സ്, അടുത്ത 2 പാരഗ്രാഫ്സ് ഒരു ഫ്ലോ ചാർട്ട് പോലെയുണ്ട് നെക്സ്റ്റ് പേജിൽ. അതിന് മുൻപിൽ വരെ ഒന്ന് ആരെങ്കിലും വായിക്കാമോ? Third paragraph മാത്ര. അത് കഴിഞ്ഞിട്ടൊരു 3 ലൈൻസ് വരുന്നുണ്ട്. ആ ഫ്ലോ ഡയഗ്രത്തിന്റെ മുമ്പിൽ വരെയുള്ള. Okay. For the child to self-build himself, she concluded that the child must possess within a predetermined psychic pattern, which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psychic pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his personality will be stunted.
Therefore, the child must also develop a sensitive period and an absorbent mind. Montessori described the spiritual embryo or the predeterminate psychic pattern as a set of laws, the laws of natural development. These are the inborn powers which make helpless human babies into the most powerful species on earth. ഓക്കെ. ഈ കുട്ടി തന്നെ ബിൽഡായിട്ട് വരണം. സെൽഫ് ബിൽഡ്, സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. തന്നെ ഡെവലപ്പായി വരണമെങ്കിൽ കുട്ടിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള സൈക്കിക് പാറ്റേൺ, അതായത് ഇപ്പൊ നമുക്ക് രൂപം കൊണ്ട് ഒരു കുട്ടിയാണ്, പക്ഷെ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ സൈക്കിക് പാറ്റേൺ അത് ബർത്തിൽ നമുക്ക് വിസിബിൾ അല്ല. അതിനെയാണ് മറിയാം മോntessori സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. ഓൾറെഡി എല്ലാ കഴിവുകളും ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവും, പക്ഷെ അത് സമയമെടുത്തേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ആ സൈക്കിക് പാറ്റേണിനെ സ്പിരിച്വൽ എംബ്രിയോ, മൈൻഡ് എന്ന് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം. മനസ്സ്, നമ്മൾ പറയില്ലേ ചില ആൾക്കാരെ കളിയാക്കിയിട്ട്, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും ശിശുവാന്ന് നമ്മൾ പറയൂലേ, അതുകൂടെ തന്നെ അതാണ് ആ സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് നമ്മൾ ആ മൈൻഡിന്റെ ആ ഒരു സൈക്കിക് പാറ്റേണിനെ പറഞ്ഞത്, മറിയാം മോntessori പറഞ്ഞത്. ഈ സൈക്കിക് പാറ്റേൺ, അതായത് മനസ്സ് പൂർണ്ണമായി വളർന്ന് പുറത്തേക്ക് വരുന്ന റിവീൽ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ആയിരിക്കണം. നിങ്ങൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തോട്ടെ. കാരണം വെച്ചാൽ എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ ചുമ്മാ വായിച്ചേ പോയിട്ടുള്ളെങ്കിൽ ഇത് എന്താ സംഭവം നമ്മുടെ തലയിലിരിക്കില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യക്കുട്ടി അത് രൂപം കൊണ്ട് പുറത്തേക്ക് വന്നെങ്കിലും അതിന്റെ എല്ലാ കഴിവുകളും ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ സമയമെടുക്കും. അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, സറൗണ്ടിങ്സ്, അത് വളരുന്ന സാഹചര്യം, എൻവിയോൺമെന്റ്, അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ്, എന്ത് വേണേലും പറയാം. ആ ഒരു സറൗണ്ടിങ്സ്, നമ്മളിവിടെ എൻവിയോൺമെന്റ് എന്നാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഫാക്ടേഴ്സും കിട്ടുന്ന ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം അത്. രണ്ടാമത്തത്, ഹീ നീഡ്സ് ഫ്രീഡം. ഇപ്പോ നിങ്ങളെ ഞാൻ ഈ ക്ലാസ് റൂമില് ഒരക്ഷരം വേണ്ടി പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഞെരിവിരി കൊള്ളൂലേ? അയ്യോ എനിക്കിത് പറയാണ്ടല്ലോ മിസ് സമ്മതിക്കില്ല. അപ്പൊ ഫ്രീഡം കൊടുത്ത് അവൻ എക്സ്പ്രസ് ചെയ്യണം അവന്റെ ഫീലിങ്സ്, അവന്റെ കഴിവുകള്, അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവനങ്ങ് എക്സ്പ്രസ് ചെയ്യണം. അതിനുള്ള ഫ്രീഡം കൊടുക്കണം. ടു റിവീൽ ഹിംസെൽഫ്, അവനെ വെളിപ്പെടുത്താൻ. അപ്പോഴാണ് അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവും. മിക്കവാറും ടീച്ചർമാരായിരിക്കും, ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാരായിരിക്കും ഒരു കുട്ടിക്ക് ഇവന് പാടാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഇവന് വരയ്ക്കാനുള്ള കഴിവുണ്ട് കേട്ടോ ഇപ്പം പാരന്റ്സിന്റെ അടുത്ത് പറയും അല്ലെ. നമ്മൾ ശ്രദ്ധിക്കാത്ത പലതും ഈ ടീച്ചർമാർ ശ്രദ്ധിക്കും. കുട്ടിയുടെ യുണീക്നെസ് എന്താണ്, അവൻ എന്താണ് പ്രത്യേകത, അവൻ എന്തെല്ലാണ് കൂടുതൽ മികവ് കാണിക്കുന്നത്. അങ്ങനെ ടീച്ചർ ആയിരിക്കും മിക്കവാറും കുട്ടികളിൽ അത് കണ്ടെത്തുന്നത്. ഇനി ഈവൻ എന്തെങ്കിലും ഡീഫോമിറ്റീസ് ഉണ്ടെങ്കിലും കണ്ടെത്തുന്ന ടീച്ചർമാരെ തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞ 2 കണ്ടീഷൻസ് എന്താണ്? അവൻ വളരുന്ന സാഹചര്യം, അതായത് എൻവിയോൺമെന്റ്. നമുക്കറിയാം ഒരു കുഞ്ഞ് വളരുമ്പോ അവൻ ഒരു എൻവിയോൺമെന്റിന്റെ 3 ഫേസസ് അല്ലെങ്കിൽ 3 ഏരിയാസിലൂടെ കടന്നു പോകുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയത് ഒന്നോയോ? Surroundings and environment. നമ്മൾ ജനിച്ച ഉടനെ ഇപ്പൊ നമ്മളെ തന്നെ ഒന്ന് ആലോചിക്കൂ, നമ്മൾ എവിടെയാ വരുന്നത്? നമ്മുടെ വീട്ടിൽ അല്ലേ? കുറച്ച് കഴിഞ്ഞ് ഫാമിലി, സ്കൂൾ ലൈഫ്, സോഷ്യൽ ലൈഫ്, ലൈഫ്, പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, സൊസൈറ്റി അല്ലെ? സൊസൈറ്റി. ജനിച്ച ഉടനെ കുട്ടികള് വീട്ടിലായിരിക്കും. ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ കൊണ്ട് പോകും അല്ലെ. സൊസൈറ്റിയുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു കുട്ടികള്. 3 വയസ്സൊക്കെ ആകാറാകുമ്പോ 2.5-3 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ അംഗൻവാടികളാകാം, ചെറിയ നഴ്സറികളാകാം, അങ്ങനെ ആ രീതിയിലും കൊണ്ടുപോകുന്നു അല്ലെ. ഒരു കുഞ്ഞു വളരുന്നത് ഈ 3
എൻവിയോൺമെന്റിന്റെ 3 ഏരിയകളിലൂടെയാണ്. വീട്ടിൽ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്, സ്കൂളില് ടീച്ചേഴ്സ് ആണ്, അതുപോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കും ചെറുപ്പത്തിൽ കുട്ടികൾ പോകുന്നത്, നമ്മുടെ ശ്രദ്ധയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഈ സൊസൈറ്റിയുമായിട്ട് അവര് മേർജ് ചെയ്ത് പോകേണ്ടതുണ്ട്. സൊസൈറ്റിയിലെ പല കാര്യങ്ങളും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ഈ 3 എൻവിയോൺമെന്റിന്റെ ഈ 3 ഫേസസ് ആണ് ഒരു വ്യക്തിയെ എങ്ങനെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാക്കി മാറ്റും എന്നുള്ളത്. സ്കൂളിലെ കാര്യം നമുക്കറിയാം, കുട്ടികൾ ഏറ്റവും അധികം ആക്റ്റീവ് ആയിരിക്കുന്ന സമയം സ്കൂളിലാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാലോ അത് ചിലപ്പോ കുളിച്ച് ഭക്ഷണം കഴിച്ച് കളിക്കുവോ, എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് TV കാണുകയോ ഒക്കെ ചെയ്തിട്ട് അവരങ്ങ് കിടന്ന് ഉറങ്ങും. ഏറ്റവും കൂടുതൽ സമയം ആക്റ്റീവ് ആയിരിക്കുന്ന സ്കൂളിലാണ്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു കുട്ടി വരുന്ന സാഹചര്യത്തിൽ നിന്നാവില്ല രണ്ടാമത്തെ കുട്ടി വരുന്നത്. നമ്മുടെ അടുത്ത് 20 കുട്ടികൾ ഉണ്ടെങ്കിൽ 20 കുട്ടികളുടെയും ജീവിത സാഹചര്യം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ കുട്ടിയെ മാത്രമല്ല നമ്മൾ അറിയേണ്ടത്, കുട്ടിയുടെ ഫാമിലി, കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, പാരന്റ്സ് എങ്ങനെ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏത് ഏരിയയിലാണ് വീട്, ഇതെല്ലാം ആ ടീച്ചർ അറിഞ്ഞിരിക്കണം. അപ്പോൾ പാരന്റ്സുമായിട്ട് ഒരു കൊളാബറേഷൻ ടീച്ചർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട എഫേർട്ട്, നമ്മൾ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. 10 കുട്ടികളെ നമുക്ക് നോക്കാനുണ്ടെങ്കിൽ ഈ 10 കുട്ടികൾ നല്ല രീതിയിലാവുമ്പോൾ അവരുടെ വീട് മാറുന്നു. കുറേ വീടുകൾ മാറുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി മാറും. രാഷ്ട്രത്തിന് മുതൽക്കൂട്ട് കുട്ടികളാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല അല്ലെ. അങ്ങനെ സൊസൈറ്റികൾ ബിൽഡ് ചെയ്യുന്നതിൽ ടീച്ചർമാരുടെ പങ്കും എഡ്യൂക്കേഷന്റെ പങ്കും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അങ്ങനെ 2 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കുട്ടി വളർന്നു വരുന്ന സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയാം. ഈ എൻവിയോൺമെന്റ് 3 ഏരിയ ആണെന്നുള്ളത് നമുക്കറിയാം. സ്കൂള്, ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റി. മീൻസ് സ്കൂള്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നിനെയുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞത് സ്കൂളാകാം, പ്രീ സ്കൂൾ ആകാം, അംഗൻവാടി ആകാം, കോളേജ് ആകാം. പിന്നെ സൊസൈറ്റി, ഫാമിലി, ഹോം. സെക്കൻഡ്, ഫ്രീഡം. ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നീ ചെയ്യണ്ട, നീ ചെയ്താൽ ശരിയാകില്ല എന്നങ്ങ് പറയുമ്പോ അതങ്ങ് കൊച്ചിന്റെ മനസ്സിലേക്ക് അങ്ങ് തറഞ്ഞു കയറുക. ഓ, ഐ ആം ഗുഡ് ഫോർ നത്തിങ്, ഞാൻ ചെയ്ത എല്ലാം മോശമാവും, തെറ്റായി പോവും. അത് ആദ്യം കിട്ടുന്നത് മിക്കവാറും വീട്ടിൽ അമ്മയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ അടുത്തുനിന്നായിരിക്കും. ഒത്തിരി മാറിയിട്ടുണ്ട് അമ്മമാരൊക്കെ. ഞാനും കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും അല്ലെ. ഈ 2 കണ്ടീഷൻസും ഇല്ലെങ്കിൽ കുട്ടിയുടെ സൈക്കിക് ലൈഫ്, അതായത് മാനസിക ഒരു ആരോഗ്യവും അതിൻ്റെതായ ആ ഒരു ലൈഫ് പാറ്റേണും ശരിയായ രീതിയിൽ പൊട്ടൻഷ്യലിൽ എത്തില്ല. ആ പേഴ്സണാലിറ്റി സ്റ്റണ്ടഡ്, മുരടിച്ചു പോകും, ഇല്ലാണ്ടായി പോകും, നിന്നു പോകും. നമ്മൾ വിചാരിക്കും പേഴ്സണാലിറ്റി ഒക്കെ കുറെ വലുതാകുമ്പോ പോരെ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിൽ നടക്കുന്ന നല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഡെവലപ്മെന്റിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ 2 കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, എൻവിയോൺമെന്റും ഫ്രീഡവും. അവർക്ക് ഫ്രീഡം കൊടുക്കണം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീഡം. അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾക്ക് ഫ്രീഡം ആവശ്യമില്ലല്ലോ. അവർ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഷൂ ഇടുന്നു, ഷൂവിന്റെ ലേസ് കെട്ടുന്നു, അവർ ചെയ്യട്ടെ. ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നു, അവർ ചെയ്യട്ടെ. ചിലപ്പോൾ ഇട്ട് വരുമ്പോൾ ഒരെണ്ണം മുകളിലൊന്നും താഴെ പോവും. അത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ശരിയായില്ലെന്ന്. അവർ വീണ്ടും അയച്ചിട്ട് വീണ്ടും ഇടുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത് തന്നെ ഭക്ഷണം കഴിക്കുന്നു, തന്നെ വെള്ളം കുടിക്കുന്നു, തന്നെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു കുടിക്കുന്നു. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അതാണ് ആ ഫ്രീഡം അവിടെ വരുന്നത്. ഇനി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവരെ ഇന്റേണലി സഹായിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ടൂൾസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, നമുക്കതിനെ പറയാം. അതിൽ ഒന്നാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ, ചെറിയ പ്രായത്തില് കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണ്. അവരുടെ സറൗണ്ടിങ്സുമായിട്ട് സെൻസിറ്റീവ് ആണ്. അവരെന്തെങ്കിലും കാണുവാണെങ്കിൽ അവരെന്നെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ അവരത് ശ്രദ്ധിക്കും. അങ്ങനെ അവരവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്.
ദേ ആർ സെൻസിറ്റീവ് ടുവേഴ്സ് ദ എൻവിയോൺമെന്റ്. അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ അവരുടെ ഈ കാലഘട്ടത്തെ ഡെവലപ്പായി വരുന്ന ഈ കാലഘട്ടത്തെ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയും. പിന്നെ ഇവർക്ക് അബ്സോർബന്റ് മൈൻഡ് ആണ്. കാണുന്നതും കേൾക്കുന്നതും എല്ലാവരും അങ്ങ് മെഴുങ്ങുക, അബ്സോർബ് ചെയ്യും. സ്പഞ്ച് വെള്ളത്തിലിട്ടാൽ അത് വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്ന പോലെ ഇവരുടെ മനസ്സ് കംപ്ലീറ്റ് അങ്ങ് വലിച്ചെടുത്ത് രജിസ്റ്റർ ചെയ്ത് വെക്കും. എന്നിട്ട് അവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ ഓർമ്മയിലുള്ളതിന്റെ റിഫ്ലക്ഷൻസ് വെച്ചിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് രണ്ടും അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ അവര് അമ്മയെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അമ്മ വെള്ളം ഒഴിക്കുന്നത് ജഗ്ഗീന്ന് ഗ്ലാസ്സിലേക്ക്. അവരുടെ മൈൻഡ് അതിങ്ങനെ വലിച്ചെടുത്തിട്ട്, അതായത് ഇങ്ങനെ എടുത്ത് ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. കുട്ടിക്ക് വെള്ളം വേണം, ആർക്കെങ്കിലും വെള്ളം കൊടുക്കണം, അമ്മ ചെയ്തതുപോലെ തന്നെ ഗ്ലാസ് എടുക്കുന്നു, വെള്ളം നിറയ്ക്കുന്നു. അപ്പൊ അബ്സോർബന്റ് മൈൻഡാണ് അവരുടെ. അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഈ ഒരു പ്രായത്തിൽ. ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോ, ഈ ഒരു സൈക്കിക് പാറ്റേൺ, ഇതിന്റെ ഡെവലപ്മെന്റിന് മറിയ മോണ്ടിസോറി കുറെ ലോസ്, സെറ്റ് ഓഫ് ലോസ്, അതിനെയാണ് അറിയപ്പെടുന്നത് ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതൊരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഫ്ലോ ചാർട്ട് ഞാൻ പറയാം, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ചിലപ്പോൾ പ്രിന്റ് ഔട്ട് എടുത്തപ്പം അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് ബോക്സിൽ ചൈൽഡ് എന്ന് കാണാം, പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ. ഓൾറെഡി ഇതിന്റെ മനസ്സിൽ കുറച്ച് സൈക്കിക് പാറ്റേൺ ഉണ്ട്, അത് അങ്ങനെ ഇരിക്കുക, അത് ഡെവലപ്പ് ആകാനായിട്ട് സമയമെടുക്കും. അത് ഓരോ ആ ഡെവലപ്മെന്റിന്റെ ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, പവർ ഓഫ് അറ്റൻഷൻ. ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരുടേതായ രീതികളുണ്ട്, ചിലപ്പോൾ കുറേ സമയം റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു, നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുത്തേക്കുക, അപ്പോൾ തന്നെത്താൻ അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഡ്രസ്സിംഗ് ഫ്രെയിംസ് നല്ലൊരു ആക്ടിവിറ്റി ആണല്ലേ, കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവുന്നു അവനവന്റെ കാര്യം ചെയ്യാനായിട്ട്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ പവർ ഓഫ് അറ്റൻഷൻ, ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അവർ ചെയ്യും. നമ്മൾ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ശ്രദ്ധിക്കും. പിന്നെ അങ്ങനെ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നു, അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ആവുന്നു. പിന്നെ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഭയങ്കര ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഇവർക്ക് വരും. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി. പിന്നെ പല വാല്യൂസ് അവർക്ക് കിട്ടുന്നു. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, വാല്യൂസ് കിട്ടുന്നു, ഇമോഷൻസ് മനസ്സിലാക്കുന്നു. ലാസ്റ്റിൽ വരുന്നത് കുട്ടികളുടെ ഗ്രോത്തിന്റെ സ്റ്റേജസ് ആണ്. ഞാൻ നിങ്ങളോട് ഒരു അസസ്മെന്റ് ടൂൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഓർമ്മ. ഒരു ബുക്ക് എടുത്തിട്ട് 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ ഇതിൽ വരും. പിന്നെ ഡെവലപ്മെന്റിന്റെ പ്രോസസ്. ഇനി നെസസറി കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, എൻവിയോൺമെന്റ്, ഫ്രീഡം. പിന്നെ ഈ കണ്ടീഷൻസ്, ഈ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡ്സ്, ഇന്റേണൽ എയ്ഡ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത് സെൻസറി പീരീഡും അബ്സോർബന്റ് മൈൻഡും ആണ്. ഇത് ഓരോന്നും നമ്മൾ എന്താന്നുള്ളതാണ് അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽ നോക്കാം. നിങ്ങൾക്ക് വായിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വായിക്കൂ. ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ എന്താന്നൊക്കെ പിടികിട്ടേണ്ട സംശയം ഉണ്ടാവും. എന്നാലും ക്ലാസ് ഞാൻ ആഡ് ചെയ്യാം, ഞാനിവിടെ ഉണ്ടാകും. അപ്പൊ ആർക്കെങ്കിലും തമ്മിലൊന്ന് സംസാരിച്ചിട്ട്, ലോ ഓഫ് വർക്ക് ഒരാളാണെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അടുത്ത ആള്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. എല്ലാരും നോക്കി നോക്കി വരിക. ഒരാൾ അങ്ങനെ ആബ്സെന്റ് ആവുകയാണെങ്കിൽ വേറൊരാൾക്ക് എടുക്കാം. അങ്ങനെ ഓരോന്നും ആ ലോയുടെ നമ്മൾ ഓരോന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നോക്കി വരുവാണെങ്കിൽ നമുക്ക് ക്ലാസ് അങ്ങനെ ഇങ്ങനെ എടുത്ത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതുമായിട്ട് ആഡ് ചെയ്ത് നമുക്കൊരു ഡിസ്കഷൻ പോലെ ഒരു വട്ടത്തിലിരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.